അവാർഡിന് വേണ്ടിയില്ല, സൂപ്പർ സിനിമയാണ്, കാണാൻ വേണ്ടി വലിയ ഇൻട്രസ്റ്റ് ആണ്. തെറ്റുറ്റങ്ങളുണ്ട്, അവാർഡിന് വേണ്ടിയൊക്കെ ഇല്ല, അവരുടെ രീതി അടിപൊളിയാണ്. സൂപ്പർ തന്നെ, സൂപ്പറായിട്ടിരിക്കണേ സിനിമ, ഇൻട്രസ്റ്റ് ഉണ്ട്, സിനിമ സൂപ്പർ തന്നെ. പിന്നെ അവാർഡിന് വേണ്ടി തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അവാർഡിന് വേണ്ടിയൊക്കെ സിനിമ, പിന്നെ സൂപ്പറായിട്ടിരിക്കുന്നു സിനിമ. വിക്രമന അടിപൊളിയായിട്ട് അഭിനയിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനൊരു വിക്രം ഫാനാണ്, പക്ഷെ എനിക്ക് പടം അത്രയും നന്നായിട്ട് തോന്നുന്നില്ല. ട്രെയിലർ കണ്ടിട്ടാണ് പടത്തിന് വന്നത്, പക്ഷെ എന്നാലും എന്താണ് ഇത് ഇഷ്ടപ്പെടാത്തത്? പടം മേക്ക് ചെയ്തിട്ടുള്ളതൊക്കെ കൊള്ളാം, പക്ഷെ എന്നാലും ആ കട്ട് ചെയ്തിരിക്കുന്ന സ്റ്റൈലൊന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പടം അടിപൊളിയാണ്, VFX ഒക്കെ പക്കയാണ്, അടിപൊളി, കാണാം, വാച്ചബിളാണ്. വിക്രം സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. വിക്രമിൻ്റെ ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു നല്ലൊരു ക്ലൈമാക്സ് ആണെങ്കിലും അതിൻ്റെ ഷൂട്ടിംഗ് ആണെങ്കിലും എല്ലാം നല്ല ക്ലീനാണ്, നീറ്റാണ്. ഇത്രയും പ്രൊമോഷൻ കൊടുത്ത് തിയേറ്ററിൽ കൊണ്ട് നിറക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഗ്രാഫിക്സ് ഒക്കെ സാധാ പടം, ഇത് വലിയ പടമായിട്ടൊന്നും പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പെർഫോമൻസ് വൈസ് ചിലപ്പോൾ ക്രിട്ടിക്കലിയൊക്കെ അക്ലെയിം ആയേക്കാം, അതല്ലാണ്ട് ഇത്ര സമയം ഇരുന്ന് കണ്ട ഒന്നും മനസ്സിലായുമില്ല, വെറുതെ ഒരു പടം. நல்லா பண்ணியிருக்காரு, ஆக்ட் பண்ணியிருக்காரு. கண்டிப்பாக விக்ரம் சாருக்கு வந்து நேஷனல் அவார்டு கிடைக்கும் இந்த படத்துக்கு. சூப்பராக பண்ணியிருக்காரு. மாளவிகா மேனனும் நல்லா பண்ணியிருக்காங்க. படம் சூப்பராக இருக்குது, பார்க்கலாம். കൊള്ളാം, അത് മറ്റേ ഡയറക്ഷൻ കൊള്ളാം, പാട്ടും GV പാട്ട് കൊള്ളാം. പിന്നെ അത് മറ്റേ ഒരു ഇതുണ്ട്, അതിൻ്റെ പേര് ജിബാര പോലെ സീരീസ് ഉണ്ട്, അതിൻ്റെ ഒരു ടൈപ്പ് മേക്കിംഗ് ആണ്. പിന്നെ മേക്കിംഗ് എല്ലാ ഒരു ചെറിയ ഭാഗം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കൊള്ളാം. പടം പാരഞ്ജിത്തിന്റെ പടം പോലെ തന്നെ പൊളിറ്റിക്കൽ പടമാണ്. പിന്നെ അതിൽ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്, എടുത്തിരിക്കുന്നതൊക്കെ ഗംഭീരമാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ആക്ഷൻ പാക്ക് ആയിട്ട് നല്ല കറക്റ്റ് ക്ലാസിക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് പടം. ഇതുവരെ കാണാത്തൊരു ശൈലിയിലാണ് പടം എടുത്തിരിക്കുന്നത്. ഒരു ഫാൻറ്റസി എലമെന്റ്സ് ഒക്കെ ചേർത്തിട്ട്, കാരണം ഒരു ഹിസ്റ്റോറിക്കൽ മൂവി എന്ന് വിചാരിച്ചാണ് നമ്മൾ കാണാൻ വന്നത്. സത്യം പറയാൻ ഫാൻറ്റസിയും ഒരു മിത്തോളജിക്കൽ എലമെന്റ് എല്ലാം കൂടെ ചേർന്നിട്ട് പടം சூப்பராக ஷியானோட டெடிகேஷன் பயங்கரமாக இருந்தது ப்ரோ. அப்புறம் விஎஃப்எக்ஸ் எல்லாம் நல்லா இருந்துச்சு. ஆவரேஜ் தான், மூவி ஆவரேஜ் தான், சொல்கிற அளவுக்கு இல்லை, பட் பேஸ்ட் ஆன் ரியல் ஸ்டோரினால நல்லா இருந்துச்சு, நல்லா எடுத்துருந்தாங்க. மேக்கிங் எல்லாம் பக்கா.